ഓടിട്ട പഴയ ഒരു വീട് ഭയങ്കര രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കേരളം വിട്ട് ജീവിക്കുന്ന ആളുകളുടെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതേപോലെ ഇവരുടെ മണ്ണിന് കുറച്ച് നല്ല പ്രത്യേകതകളുള്ള മണ്ണാണ്. ഈ വീട്ടുകാരും ശരിക്കും സൺഫ്ലവറിൻ്റെ ആണെന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുവന്നത്. ജപ്പാൻ സൺഫ്ലവർ ചെയ്യാൻ തോന്നിയതിൻ്റെ കാരണം ഒരു എന്താ പറയുക ചെരുപ്പിട്ടിട്ട് പോലും. ഹായ്, ക്രിയേറ്റീവ് ഗാർഡൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിയേറ്റീവ് ഗാർഡൻ ഇന്നുള്ളത് മടിക്കേരിയിലാണ്. മടിക്കേരി ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് LIC ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്ത് ഒരു KT സുബ്ബയ്യ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലാണ്. അപ്പോൾ എനിക്ക് അറിയുന്ന ഭാഷയിലൊക്കെ സംസാരിച്ചിട്ട് വീഡിയോ എടുക്കാൻ സംഭവിച്ചു. പക്ഷേ അവർ സംസാരിക്കാൻ അവർക്ക് ഭയങ്കര മടി. മീൻസ് വേറെ ഒന്നുമല്ല, നമ്മുടെ എന്താ പറയുക ഭാഷയുടെ ഒരു പ്രശ്നം. ഞാനപ്പോൾ ആംഗ്യ ഭാഷയിലും അല്ലാത്ത ഭാഷയിലൊക്കെ ചോദിച്ചിട്ടൊരു പെർമിഷനൊക്കെ വാങ്ങിച്ച് നല്ല മനുഷ്യരാണ്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഞാനിങ്ങനെ റോട്ടിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ വീട് ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടു. കാരണം വളരെ വെൽ മെയിൻറ്റൈൻ ആയിട്ട് ചട്ടിയൊക്കെ വളരെ പെയിൻ്റ് അടിച്ച് ഭയങ്കര ഭംഗിയാക്കിയിട്ട് വെച്ചൊരു വീട് കണ്ടു. കിട്ടുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല വീഡിയോയ്ക്ക്. അപ്പോൾ എന്തായാലും വീഡിയോ തരാൻ സമ്മതിക്കുകയും ചെയ്തു, നമ്മളിവിടെ വരികയും ചെയ്തു. അപ്പോൾ അതിൻ്റെക്കാൾ ഏറ്റവും വലുത് നമ്മൾ സൺഫ്ലവർ കണ്ടിട്ടുണ്ട്. പക്ഷേ സൺഫ്ലവറിൻ്റെ അതേ ജെൻസിൽപ്പെട്ട വിത്തില്ല, സീഡില്ലാത്ത സൺഫ്ലവർ, അടിപൊളി ഫ്ലവറിങ്ങിന് മാത്രം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്കത് കണ്ടു നോക്കാം. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. മാത്രമല്ല ഈ വീട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയതിൻ്റെ കാരണം ഒരു എന്താ പറയുക ചെരുപ്പിട്ടിട്ട് പോലും നടക്കാൻ പറ്റാത്ത അത്രയും ഭംഗിയായിട്ട്. അപ്പോൾ ഞാൻ ചെരുപ്പ് ഊരണമെന്ന് ചോദിച്ചാൽ ചെരുപ്പ് ഊരി, ഷൂ ഊരി കഴിഞ്ഞപ്പോൾ അവർ വേണ്ട കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഇട്ടോ, ഞങ്ങളങ്ങനെ ഇടുന്നതാണെന്നൊക്കെ പറഞ്ഞു. അത് പറഞ്ഞ ഭാഷകൾ എന്താണെന്ന് ചോദിച്ചാൽ വലിയ പാടാണ്. കാരണം രണ്ടു കൂട്ടർക്കും എനിക്ക് തീരെ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അത്രയും കൂടെ മലയാളം അറിയില്ല. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ചെടിയുടെ ഒരു ബന്ധത്തിൻ്റെ മുകളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. ജെറേനിയവും അതുപോലെ ഈ ജെറേനിയോ അല്ലെങ്കിൽ ചൈനീസ് ബോൾസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സൺഫ്ലവറോ അല്ല ചെണ്ടുമല്ലി ഒന്നുമല്ല നമ്മളെ ആകർഷിക്കുന്നത് ഈ വീടിൻ്റെ നീറ്റ്നെസ്സും അതേപോലെ ഓടിട്ട ഒരു പഴയ ടൈപ്പ് ഒരു വീടും ഭയങ്കര ഭംഗി. പ്രോപ്പർ ടൗണിൽ LIC ബിൽഡിങ്ങിൻ്റെ തൊട്ട് മെയിൻ റോഡ് ഇപ്പോൾ കാണിച്ചു തരാം, അത്രയും റോഡിനടുത്താണ്. ഇത് കണ്ടോ ഫ്ലവർ ഇത് ശരിക്കും പ്രൂൺ ചെയ്താൽ ഇത് എത്ര വർഷം പഴക്കമുണ്ടെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്യും. ഇത് കണ്ടോ ഇതിൻ്റെ ചോടിൻ്റെ വണ്ണം, അതിൻ്റെ മുകളിലത്തെ വണ്ണം, അവിടെ നിങ്ങൾ പ്രൂൺ ചെയ്തിട്ട് ഇതാ ഇഷ്ടം പോലെ പൂക്കൾ. അതാ ശരിക്കും എത്ര ഇയേഴ്സ് ആയിട്ടുണ്ടാവും ഈ റോസ്? അതിപ്പോൾ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 10 വർഷം, അതായത് 10 വർഷം ആയിട്ടുണ്ട്. ഇത് കണ്ട അത്രയും പഴക്കമുണ്ട്. നമ്മളൊക്കെ ഒരു റോസ് നട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളത് പൂക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വെട്ടിക്കളയാണ് ചെയ്യുക. ഇത് കണ്ടോ ഇഷ്ടം പോലെ പൂവുണ്ട്, പ്രൂൺ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ വെൽ മെയിൻ്റനൻസ് ആണ്, അതാണ് ഏറ്റവും വലുത്. കുഞ്ഞ് സ്പേസ് ആണെങ്കിലും ഇനി അതിനേക്കാളൊക്കെ ഉപരി സാൽവിയാസാണ് ഇവരുടെ മെയിൻ എന്ന് തോന്നുന്നു. കാരണം ഇതാ ഇവിടെ ഒരു സെക്ഷൻ ഇങ്ങനെ ആകുമ്പോൾ കഴിയുമ്പോഴത്തേക്ക് അടുത്ത സെക്ഷൻ അത് അവിടെ നട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വീടിൻ്റെ ഭംഗി കണ്ടോ, ഇതാ സാൽവിയാസ് ഉണ്ട്. അതേപോലെ തന്നെ ഇതാ ശരിക്കും എന്താ പറയുക ചൈനീസ് ബാൾസ്. നല്ല ഈ ചട്ടികളൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ ഒരു ഭംഗിയാണ് നമുക്ക് ഏറ്റവും എടുത്ത് പറയേണ്ടത്. ഇത് ഓവർ പൂക്കളോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇത് കണ്ടോ ഇതിപ്പോൾ നമ്മൾ വരുന്നോ വീഡിയോ എടുക്കുന്നോ ഒന്നും അറിഞ്ഞിട്ട് അല്ലല്ലോ ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത്. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നിയിട്ട് നിർത്തി ചോദിച്ചു നോക്കിയതാണ്. പക്ഷേ ഇത് കണ്ടോ സാൽവിയാസ് ഒരു സെക്ഷൻ ഇത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത സെക്ഷൻ ഇവരാക്കുന്നു. അതേപോലെ അതെ എന്ത് രസമായിട്ടാണ് ചെയ്തിട്ടുള്ളതെന്നറിയോ. ക്ലൈമറ്റ് ഒരു പരിധിവരെ ക്ലൈമറ്റ് നല്ലതാണ്. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും നമ്മുടെ വയനാട്ടിലെ പോലെയൊക്കെ നല്ല തണുപ്പും കാര്യങ്ങളുണ്ട്. തണുപ്പിലുണ്ടാവുന്ന സൈസ് ചെടികൾ തന്നെയാണ് ഏറ്റവും കൂടുതലുള്ളത്. വീടാണ് കണ്ടോ, ഓടിട്ട പഴയ ഒരു വീട് ഭയങ്കര രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതാ നല്ല ഒരു മുറ്റത്ത് ഈ നമ്മുടെയൊക്കെ പണ്ടത്തെ തറവാട് കയറി വരുമ്പോൾ ഒന്നുകിൽ മുറ്റത്ത് അല്ല അടുക്കളപ്പുറത്ത് ഒരു കിണറുണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഒരു കിണർ. അതോടനുബന്ധിച്ച് തന്നെ ഇതാ കുറേ ചെടികൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇത് കണ്ടോ ജെറേനിയത്തിൻ്റെ അത്യാവശ്യം എല്ലാ കളേഴ്സും ഉണ്ട്. ജെറേനിയം ഇവിടെ ഞാനിപ്പം ഈ കിണറിൻ്റെ പുറകിൽ നോക്കിയപ്പോഴാണ് കണ്ടത്. കണ്ടോ എൻ്റെ 2 ഡബിൾ പെറ്റൽസ്, അതേപോലെ ട്രിപ്പിൾ കളറ് വെരിഗേഷൻ ഉള്ളത് കുറേ ടൈപ്പ് ഉണ്ട്. എല്ലാം നന്നായിട്ടുണ്ട്. ഇതാ ജെറേനിയൊക്കെ നിറച്ച് എന്താ പറയുക പൂത്തിട്ട് അങ്ങനെ പൂത്ത് കൊലച്ച് നിൽക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണുള്ളത്. മണ്ണ് ഇവിടുത്തെ ഒരു കറുത്ത മണ്ണാണ്, നമ്മുടെ അവിടുത്തെ പോലത്തെ മണ്ണല്ല, വേറൊരു ടൈപ്പ് മണ്ണാണ്. ശരിക്കും എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ മണ്ണ് മാത്രം മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും നന്നായിട്ടുണ്ട്. ഇത് നമ്മുടെ ജേഡ് വൈനാണ് കേട്ടോ. ജേഡ് വൈൻ പിക്കോക്കാണ്, ഇപ്പോൾ പൂവില്ല, ജേഡ് വൈനാണ്. അതും ഇവിടെ ഉണ്ട്. മെലസ്ട്രോമ, അതേപോലെ തന്നെ അത് സ്പൈഡറിൻ്റെ നല്ല ഒരു ഏരിയ. ഇത് വീടിൻ്റെ ഒരു പുറകു ഭാഗമാണ് കേട്ടോ, പുറകല്ല വൺ സൈഡ്. ഇത് കിച്ചൺ ഭാഗമാണ് അവരുടെ. ഇത് ബ്രോംലിയാഡ്സ്, അതേപോലെ ഫേണ് നല്ല അടിപൊളിയായിരുന്ന. ഈ കളർ കോമ്പിനേഷൻ തന്നെയാണ് ഏറ്റവും ഭംഗിയായതെന്ന് എനിക്ക് തോന്നുന്നു ഈ വീടിൻ്റെ.
കാരണം ഈ ടെറാക്കോട്ടയിലും അതേപോലെ ആ വൈറ്റ് കളറും അതേപോലെ ഒരു സൈഡ് ബ്ലാക്കും ഒക്കെ ചെയ്തിട്ട് ഇത് കണ്ടോ ബ്രോമിലിയാഡ്സ് നല്ല രസമാണ് കാണാതെ, നല്ല ഭംഗി. പിന്നെ ഈ ചില ചെടികളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്കുകൾ ചിലപ്പോൾ ചില വാക്കുകൾ ചിലപ്പോൾ നമുക്ക് ഗംഭീരെന്നോ മനോഹരെന്നോ ഭയാനകമെന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് നിന്നിട്ട് ഇത് ചോദിച്ചിട്ട് കിട്ടുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മൾ ചിലപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമുക്ക് ആ കിട്ടിയ അതായത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവം കിട്ടുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ വീഡിയോയിൽ അറിയാതെ വന്നു പോകുന്നത്. അതിന് എന്താ പറയുക, ഭാഷാ നിഘണ്ടൊന്നും വെച്ചിട്ടല്ല. ഒരു സംഭവം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്കിത് മുൻകൂട്ടി ചെയ്തിട്ട് വലിയ പരിചയമൊന്നുമുള്ള ആളൊന്നുമല്ല. പിന്നെ നമ്മുടെ ഈ ചെടീനോടുള്ള സ്നേഹവും ഈ എന്താ പറയുക സോഷ്യൽ മീഡിയയിലുള്ള ഇഷ്ടം കൊണ്ട് ചെയ്തു പോകുന്നതാണ്. പിന്നെ ജീവിക്കാനുള്ള ഏറ്റവും വലുത് ജീവിക്കാനുള്ളൊരു മാർഗ്ഗം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്, അതിനൊരു സംശയവും വേണ്ട. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ തെറ്റുകളോ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ പറഞ്ഞു വന്നത് ഇത് പീസ് ലില്ലിയൊക്കെ കണ്ടോ നല്ല ഗംഭീരമാണ്. ഇതാ സാൽവിയാസാണ് ഇവരുടെ മെയിൻ. ഇത് എല്ലാ സെക്ഷനായിട്ട് സാൽവിയാസ് ഇതിങ്ങനെ പിടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഇത് കണ്ടോ ഇതാ. അതേപോലെ സിങ്കോണിയം കുറേ ടൈപ്പ് ഉണ്ട്. അത്യാവശ്യം ഒരുപാട് പ്ലാന്റുകളൊന്നും വെച്ചിട്ടില്ല, പക്ഷേ വെച്ചിരിക്കുന്നതിന് അതിൻ്റെ ഏറ്റവും പീക്ക് ലെവലിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഭയങ്കര മനോഹരം, സൂപ്പർ എന്നേ പറയാൻ പറ്റൂ. അപ്പോൾ അവർക്ക് ഇതിൽ വരാനും സംസാരിക്കാനും ഭയങ്കര മടിയാണ്. അപ്പോൾ ഇദ്ദേഹം ഇവിടെ ഇല്ല, ഇദ്ദേഹം കോഫി പ്ലാന്ററാണ്. അദ്ദേഹത്തിൻ്റെ പ്ലാന്റിങ് സെക്ഷനിലേക്ക് പോയതാണ്, വരുമ്പോൾ കുറേ വൈകും. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കാണിക്കാനോ അല്ലെ കഴിയാത്തത്. എന്തായാലും ഇങ്ങനൊരു അവസരം നമുക്ക് തന്നതുകൊണ്ട് നമുക്കിതൊന്ന് കാണാൻ പറ്റി. പിന്നെ കൂർഗിലും മടിക്കേരിയിലും ഒക്കെ എങ്ങനെയാണ് നമ്മളെ ചെടികൾ സംരക്ഷിക്കുന്നത് നടുന്നത്. നമ്മൾ മലയാളീസാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെടികളെ സംരക്ഷിക്കുന്നത് പരിപാലിക്കുന്നത് നമുക്ക് തോന്നുകയാണ്. അതല്ല, നല്ല ഭംഗിയുള്ള പൂക്കളും നല്ല ഭംഗിയുള്ള വീടും. ഇനി വീട് വളരെ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മുറ്റത്തൊരു കിണറൊക്കെ ഉണ്ട്, സംഭവം ശരിയാണ്. പക്ഷേ ഇത് കുടിക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്, കുക്കിങ്ങിനും കുടിക്കാനും വേണ്ടി മാത്രം. ബാക്കിയൊക്കെ മുനിസിപ്പാലിറ്റി വെള്ളമാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഭയങ്കര ടൈറ്റാണെന്ന് ഇവിടെ വെള്ളം. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത്. നമ്മളൊക്കെ ശരിക്ക് വെള്ളം കൊണ്ട് എന്താ പറയുക ആറാട്ട് നടത്താമെന്നൊക്കെ പറയുന്നതാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവരങ്ങനെയല്ല, ഇവർ ആ വെള്ളത്തിന് സ്റ്റോർ ചെയ്യുന്നു. മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ വെള്ളം കൊണ്ടാണ് അപ്പോൾ സൺഫ്ലവർ നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെ അല്ലെങ്കിൽ കർണാടകയിൽ ഒക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് സൺഫ്ലവറിൻ്റെ സെയിം ഇതാണ്, അതിൻ്റെ ലീഫും അതിൻ്റെ തണ്ടും അതിൻ്റെ പൂ വരുന്നതൊക്കെ. പക്ഷേ ഇത് സീഡ്ലെസ് ആണ്. ഇത് ശരിക്കും ഫ്ലവറിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്. ഇത് കണ്ടോ, ഇത് അല്ലാതെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവുകയില്ല. ഈ വീട്ടുകാരും ശരിക്കും സൺഫ്ലവറിൻ്റെ ആണെന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുവന്നത്. ജപ്പാൻ സൺഫ്ലവർ എന്നാണ് ഇതിന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ സൺഫ്ലവർ തന്നെയാണെന്ന് വിചാരിച്ച് നട്ടു. ഇപ്പം പൂവ് വലുപ്പമില്ല എന്ന് വിചാരിക്കേണ്ട. ഇതാ നല്ല സൈസുള്ള പൂവുണ്ട്. ഇത് ഏറ്റവും വലിയ സൈസാണ് കണ്ടോ. നമ്മുടെ കൈ വെച്ച് കഴിഞ്ഞാൽ കൈ കാണില്ല, അത്രയും വലുപ്പത്തിൽ. ഇതും ശരിക്കും ഇനി ഒന്നുകൂടെ വിരിയാനുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ കണ്ടോ. അപ്പോൾ ഇത് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്, അല്ലാണ്ട് ബാക്കിയുള്ള ചെടികളല്ല. പിന്നെ നല്ല ഫ്ലവർ ഇത് കണ്ടോ, ഫുൾ പിങ്ക് ഫ്ലവറൊക്കെ നല്ല ശരിക്കും നമ്മുടെ കേരളത്തിൽ വെച്ചിരിക്കുന്നതിനേക്കാളും വളരെ ഡീസൻറ്റ് നീറ്റായിട്ടാണ് വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കാണാൻ. ക്രിയേറ്റീവ് ഗാർഡൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം അധികം അവരോട് സംസാരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ കുറേയൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ആ അറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഫെർട്ടിലൈസറും ഇതേപോലെ തന്നെയാണ്, ഇവിടെ ചാണകപ്പൊടി അങ്ങനത്തെ സംഭവങ്ങൾ തന്നെയാണ് കൂടുതൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ വലിയ കെമിക്കൽ ആഡ് ചെയ്യുന്നില്ല. അതേപോലെ ഇവരുടെ മണ്ണിന് കുറച്ച് നല്ല പ്രത്യേകതകളുള്ള മണ്ണാണ്, നല്ല ബ്ലാക്ക് മണ്ണാണ്. അതേപോലെ വെള്ളത്തിന് ഇവിടെ ഭയങ്കര ക്ഷാമം ഉണ്ടായിട്ട് ഇത്ര ചെടികൾ ചെയ്യുന്നു. മിക്ക വീടിൻ്റെ മുമ്പിലും ഒരു 10 ചെടി ഇല്ലാതില്ല, എല്ലാ വീടുകളിലും ചെടിയുണ്ട്. അതേപോലെ യഥേഷ്ടം നമ്മളൊക്കെ വെള്ളം യൂസ് ചെയ്ത് വളരെ വേസ്റ്റാക്കി കളയുന്നുണ്ട്. ഒരു കാരണവശാലും വെള്ളം യൂസാക്കി കളയാതിരിക്കുക. കാരണം കേരളം വിട്ട് ജീവിക്കുന്ന ആളുകളുടെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കിട്ടുന്ന വെള്ളത്തിനെ വളരെ ലുബ്ധിച്ച് പിടിച്ച് വളരെ എന്താ പറയുക അമൂല്യമായിട്ട് ഉപയോഗിച്ചിട്ടാണ്. മുനിസിപ്പാലിറ്റി വെള്ളം കൊണ്ടും കോർപ്പറേഷൻ വെള്ളം കൊണ്ടൊക്കെയാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ വെള്ളം ഒഴിവാക്കി കളയുമ്പോഴൊക്കെ വളരെ ഒന്ന് കെയർ ചെയ്ത് കളയുക. കളഞ്ഞ് അങ്ങനെ ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ അതല്ല പറയുന്നത്. പക്ഷേ എങ്കിലും നമുക്കൊക്കെ ഒരു ലേശം ശ്രദ്ധ കുറവുണ്ട് ശരിക്കും പല സ്ഥലങ്ങളിലും. എന്താ പറയുക, നമ്മൾ മുഖം കഴിയുമ്പോൾ പല്ല് തേക്കുമ്പോഴൊക്കെ ടാപ്പ് തുറന്നിട്ടിട്ട് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ എല്ലാവർക്കും ആ രീതിയിൽ കഴിയട്ടെ. ഇതേപോലെ വിസ്മയ ലോകം തീർക്കാൻ എല്ലാവർക്കും നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രം ഗ്രീൻ ഹെവൻ. വിത്തില്ല, സീഡില്ലാത്ത സൺഫ്ലവർ, അടിപൊളി ഫ്ലവറിങ്ങിന് മാത്രം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്കത് കണ്ടു നോക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നും എനിക്ക് വീണുപോയി.